അപ്പോൾ അങ്ങനെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം ചുരുക്കണം. അതുപോലെ തന്നെ ശ്രീ VD സതീശൻ എടുത്ത ഈ തീരുമാനം 4 വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന ആ തീരുമാനം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അദ്ദേഹം അതിനൊരു 101 അനുമോദനങ്ങൾ അർഹിക്കുന്നു. കാരണം അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ 60 പേഴ്സണൽ സ്റ്റാഫിനെ വരെ ഒരൊറ്റ മന്ത്രി അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള ക്യാബിനറ്റ് പദവിയുള്ള ഒരാൾ തന്നെ സൃഷ്ടിക്കുക എന്നതിന് മാറ്റം വരും. 30 കൂടുതൽ ഒരു കാരണവശാലും വരില്ല. അതുമാത്രമല്ല, എൻ്റെ പൂർണ്ണ വിശ്വാസവും ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 20 പേഴ്സണൽ സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതായത് ശരിക്കും പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് 16 പേഴ്സണൽ സ്റ്റാഫോ അതിൽ താഴെയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ ഈ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് 20-30 ഒക്കെ പേഴ്സണൽ സ്റ്റാഫ്? അത് 15-ലേക്കെങ്കിലും താത്തിക്കൂടെ?